മഞ്ജൂസ് ഫുഡീസ് ഹട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് ലെമൺ റൈസ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ ലെമൺ റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ലെമൺ റൈസ് ഉണ്ടാക്കുക, അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് പച്ചരിയോ പൊന്നിയരിയോ അല്ലെങ്കിൽ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് റൈസ് ഒന്ന് ഉപ്പിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ റൈസ് വേവിക്കുന്ന വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നതല്ലേ. സാധാരണ നമ്മൾ റൈസൊക്കെ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാം. പിന്നെ റൈസ് വല്ലാതെ വെന്തുടയരുത്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. ഇത് ശരിക്കും ഒരു തമിഴ്നാട് ഡിഷാണ്, അതുകൊണ്ട് നല്ലെണ്ണയാണ് അവർ ഉപയോഗിക്കാറ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിപ്പുടക്കൊക്കെ യൂസ് ചെയ്യുന്ന പരിപ്പാണ് കേട്ടോ. ഇനി കപ്പലണ്ടി വറുത്തതോ വറുക്കാത്തതോ ചേർക്കാം. ഇതിപ്പോൾ വറുക്കാത്ത കപ്പലണ്ടിയാണ്. ഇനി ഇതിലേക്ക് അല്പം കാഷ്നട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ട് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി അല്പം കറി ലീവ്സ്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ലെമൺ റൈസിന് എരിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളകാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 പച്ചമുളക് കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുക ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 3 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവിനാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഏതാണ്ട് 3 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. റൈസ് വേവിക്കുമ്പോൾ കുഴഞ്ഞു പോവാതെ പരസ്പരം ഇങ്ങനെ ചോറ് വിട്ട് കിടക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ബസ്മതി റൈസ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കാൻ. റൈസും ഈ കൂട്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും നല്ലൊരു കളറൊക്കെയാണ് ഈ റൈസിന്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്കിത് കയ്യിൽ കരുതാവുന്നതാണ്, കാരണം അത് പെട്ടെന്നൊന്നും ചീത്തയാവില്ല. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഓഫീസൊക്കെ പോകുമ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. ഇതിനിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് തൈരോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ പൊട്ടാറ്റോ, ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും കറികൾ, അതുപോലെ പനീർ, മഷ്റൂം, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ആയിട്ടുള്ള കറികൾ ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ അതുപോലെ തന്നെ ചോറും കറിയൊക്കെ എന്നും കഴിച്ചിട്ട് ഇടയ്ക്കൊരു വെറൈറ്റിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. ഓക്കെ, ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പേര് പോലെ തന്നെ ലെമൺ ആണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലേക്ക് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ആക്കിക്കോളൂ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
ബൈ.